നമസ്കാരം. നമ്മുടെയൊക്കെ മനസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ്. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രവചനാതീതമായിരിക്കുകയാണ്. മഴയും വേനലും എല്ലാം കാലം തെറ്റിയെത്തുന്നു. എന്ത് കാലാവസ്ഥാ മാറ്റം എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതി. കാലാവസ്ഥാ വിദഗ്ധർക്ക് പോലും പിഴച്ചു പോകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുതായി കാണരുതെന്ന് വിവരമുള്ളവർ പണ്ടേ പറയുന്നതാണ്. പ്രകൃതി നശീകരണത്തിന്റെ അനന്തരഫലങ്ങൾ അതൊക്കെ ഏതോ കാലത്ത് വരാൻ പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിരുന്നവർ പോലും നെഞ്ചത്ത് കൈവയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. ഒന്നുകിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വരുന്ന കൊടും മഴ, അല്ലെങ്കിൽ സൂര്യാഘാതം വരുത്തുന്ന കൊടും ചൂട് എന്നതാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ത്യയിലും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. മൺസൂൺ സീസൺ അവസാനിക്കാൻ തുടങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലേക്കുള്ള കാലാവസ്ഥാ പ്രവചനം വന്നു കഴിഞ്ഞു. 6 ജില്ലകളിൽ വൈറ്റ് വാർണിംഗ് അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഈ കാലാവസ്ഥ പ്രവചിക്കപ്പെട്ടത്. ഇന്ത്യയിൽ കഴിഞ്ഞ 7 ദശകങ്ങളിലെ ഏറ്റവും കടുത്ത ചൂടുള്ള ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ് കടന്നുപോയതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കാലവർഷം കഴിയും മുമ്പ് തന്നെ കേരളത്തിൽ അനുഭവപ്പെടുന്ന വരണ്ട കാലാവസ്ഥ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലേക്ക് പല ജില്ലകളിലും ഈ വരണ്ട കാലാവസ്ഥയായിരിക്കും. പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ തുടർച്ചയായി വൈറ്റ് വാർണിംഗ് അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ പറയുന്നത് 1 ദശലക്ഷത്തോളം ആളുകൾ കഴിഞ്ഞ വേനലിൽ അപകടകരമായ തോതിൽ ചൂടിനെ നേരിട്ടിട്ടുണ്ടെന്നാണ്. ഈ സ്ഥിതി ഇനിയും രൂക്ഷമാകുമെന്നും പറയുന്നുണ്ട്. തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായും കേരളവും മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായൊരു സംസ്ഥാനമാണ് കേരളം. ഓഖി ചുഴലിക്കാറ്റിൽ 102 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. അതിനടുത്ത വർഷം വെള്ളപ്പൊക്കത്തിൽ 435 ജീവൻ നഷ്ടപ്പെട്ടു. പ്രകൃതി ദുരന്തങ്ങൾ ഏത് രൂപത്തിലാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കൊടുങ്കാറ്റായി അലയടിക്കും, വെള്ളപ്പൊക്കമായി വന്നു മൂടും, ഭൂചലനത്തിന്റെ രൂപത്തിൽ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കും, അതുമല്ലെങ്കിൽ വരൾച്ചയുടെ രൂപത്തിൽ നാശം വിതയ്ക്കും. ഭൂരിഭാഗം പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുന്നത് മനുഷ്യർ നിയന്ത്രണങ്ങളില്ലാതെ പ്രകൃതിയോട് കാണിക്കുന്ന ചൂഷണം കൊണ്ടാണ്. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അലയടിച്ച സുനാമി, ഇന്തോനേഷ്യയിലെ ദ്വീപിന്റെ തീരത്തുടലെടുത്ത ശക്തമായ ഭൂകമ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിക്ക് കാരണമായിരുന്നു. 2004 ഡിസംബറിലുണ്ടായ സുനാമി ഏകദേശം 12 രാജ്യങ്ങളെ ബാധിക്കുകയും 1 ലക്ഷത്തിൽ പരം ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്തു. കാലാവസ്ഥയ്ക്ക് കാലം തെറ്റുന്നു. താളം തെറ്റുന്ന മഴയും കൊടും വേനലും നമ്മെ ഉത്കണ്ഠാകുലരാക്കുന്നു. തലതിരിഞ്ഞ കാലാവസ്ഥയിൽ നട്ടം തിരിയാണ് കേരളം. പ്രകൃതി കലിതുള്ളി നിൽക്കുന്നു. മുന്നറിയിപ്പുകളെ സാധാരണ പോലെ അവഗണിച്ച് ശീലിച്ച മലയാളിക്ക് ഇന്നത് പേക്കിനാവായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.